ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് പ്രധാനപ്പെട്ട ഇക്വേഷൻസ് നമ്മൾ പഠിച്ചത് ഏതൊക്കെയൊന്ന് ഒന്ന് ബ്രീഫായിട്ട് റിക്കളക്ട് ചെയ്യാം. ആദ്യമായി ഒരു കോൺക്രീറ്റ് സെക്ഷൻ RCC ബീം സെക്ഷനാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. അപ്പോൾ അതിനകത്ത് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ടെൻഷൻ സൈഡിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ബീം ക്രോസ് സെക്ഷൻ ഒരു ന്യൂട്രൽ ആക്സിസ് ഉണ്ടാവും. ആ ന്യൂട്രൽ ആക്സിസിൻ്റെ ഡെപ്ത്ത് XU എന്ന് എഴുതുന്നു. ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് designated by letter small d away from the extreme compression fiber. എക്സ്ട്രീം കംപ്രഷൻ ഫൈബറിൽ നിന്നും സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇരിക്കുന്നത് D ഡെപ്തിലായിരുന്നു. ഇതിനെ ഇഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയും. ഇനി എന്താണ് ഓവറോൾ ഡെപ്ത്? അത് മൊത്തത്തിലുള്ള ഡെപ്തിനാണ് ഓവറോൾ ഡെപ്ത്, റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ D. ആൻഡ് വിഡ്ത്ത് ഓഫ് ബീം ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റർ B. ഇത്രയും നിങ്ങൾക്കറിയാമല്ലോ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ദ കംപ്രസീവ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബീം സെക്ഷൻ ഈസ് ഗിവൺ ബൈ കംപ്രസീവ് ഫോഴ്സ് C ഈസ് ഈക്വൽ ടു 0.36 FCK BXU, where FCK is the characteristic compressive strength of the grade of concrete, B is the width of the beam, and XU is the depth of neutral axis. ഇനി അടുത്ത ടെൻസൈൽ ഫോഴ്സ് ആക്ടിങ് അറ്റ് ദ ബീം സെക്ഷൻ. ടെൻസൈൽ ഫോഴ്സ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? സ്റ്റീൽ ബാർസിൽ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. കാരണം എന്താണ്? ന്യൂട്രൽ ആക്സിസിൻ്റെ ടെൻഷൻ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ടെൻഷൻ സൈഡിലെ കോൺക്രീറ്റിനെ നമ്മൾ പൂർണ്ണമായും നെഗ്ലക്റ്റ് ചെയ്യും. അവിടെ സ്റ്റീൽ മാത്രമേ ടെൻസൈൽ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ള അസംഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് എഴുതുന്നത്. വാട്ട് ഈസ് ദ ടെൻസൈൽ ഫോഴ്സ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 0.87 FY into AST. 0.87 FY AST. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഇക്വേഷൻ 0.87 FY AST എന്നുള്ളത് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഇൻ കേസ് ഓഫ് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആൻഡ് ബാലൻസ്ഡ് സെക്ഷൻ. ഓക്കെ, അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആൻഡ് ബാലൻസ്ഡ് സെക്ഷൻ. ഫോർ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആയിരുന്നെങ്കിൽ സെക്ഷൻ ആയിരുന്നെങ്കിൽ T ഈസ് ഈക്വൽ ടു FST ഇൻറ്റു AST. അതിൽ FST കണ്ടുപിടിക്കണം. FST എന്ന് പറഞ്ഞാൽ സ്ട്രെസ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ. ഇവിടെ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനും ബാലൻസ് സെക്ഷനും നമുക്കറിയാം. ഈ രണ്ട് സെക്ഷൻ വരുന്ന കേസിൽ സ്റ്റീൽ ഈൽഡ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് സ്റ്റീലിലെ സ്ട്രെസ് 0.87 FY തന്നെയാണ് ഇൻറ്റു AST. പക്ഷേ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനിൽ സ്റ്റീൽ ഒരിക്കലും ഈൽഡ് ചെയ്തിട്ടുണ്ടാവില്ല. സ്ട്രെസ് ഇൻ സ്റ്റീൽ ഈസ് വെരി വെരി ലോ. അങ്ങനെയുള്ള കേസിൽ സ്റ്റീലിലെ സ്ട്രെസ് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടെൻസൈൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി മനസ്സിലാക്കേണ്ടത്, എപ്പോഴും ഒരു ബീം ഒരു സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും. അങ്ങനെയുള്ള ഒരു കേസിൽ C ഈസ് ഈക്വൽ ടു T. അപ്പോൾ സിയും ടിയും ഇക്വേറ്റ് ചെയ്യുക. 0.36 FCK BXU ഈസ് ഈക്വൽ ടു 0.87 FY AST. ഓക്കെ, ഇത് ഇന്ന് XU കണ്ടുപിടിക്കാം. ദിസ് ഇംപ്ലൈസ് XU ഈസ് ഈക്വൽ ടു 0.87 FY AST. ഇനി ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഇത്രയും ടേംസിനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ അത് ഡിനോമിനേറ്ററിലോട്ടാവും. 0.36 FCK B. So this is the equation to determine the depth of neutral axis for any section. ഏത് സെക്ഷൻ്റെ ആയാലും ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? XU is equal to 0.87 FY AST divided by 0.36 FCK B. This is the general expression. ഇതൊരു ജനറൽ ഇക്വേഷനാണ്. അത് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആയാലും ബാലൻസ്ഡ് സെക്ഷൻ ആയാലും ഇത് തന്നെയാണ് ഇക്വേഷൻ. പക്ഷേ ബാലൻസ്ഡ് സെക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്താണ്? നമുക്കറിയാം, ഫോർ ബാലൻസ്ഡ് സെക്ഷൻ XUവിൻ്റെ സ്ഥാനത്ത് എന്താണ്? XU മാക്സ്. ഓക്കെ, അത് നമുക്ക് കോഡ് ചില വാല്യൂസ് തരും. XUവിന് പകരം നമ്മൾ XU മാക്സ് ആണ് നമുക്കറിയാമെന്നുള്ളത്, അല്ലേ? XU മാക്സ് ഈസ് ഈക്വൽ ടു 0.48D
ഫോർ FE 415 ഗ്രേഡ് സ്റ്റീലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 0.46D ഫോർ FE 500 ഗ്രേഡ് സ്റ്റീൽ. ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക. ഇതല്ലെങ്കിൽ IS കോഡിൽ ഉണ്ടാവും. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.53D ഇൻ കേസ് FE 250 ഗ്രേഡ് സ്റ്റീൽ ഈസ് യൂസ്ഡ്. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ഇഫക്റ്റീവ് ഡെപ്ത് ഓഫ് ബീം, ഈ ബീമിൻ്റെ ഇഫക്റ്റീവ് ഡെപ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഫോർ എ ബാലൻസ്ഡ് സെക്ഷൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു അനാലിസിസ് ക്വസ്റ്റ്യനാണ് തരുന്നതെങ്കിൽ അനാലിസിസ് ക്വസ്റ്റ്യനിൽ നിശ്ചയമായും ബീം ക്രോസ് സെക്ഷൻ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവും, ബീമിനകത്തുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽസും തന്നിട്ടുണ്ടാകും, എത്ര ബാർ ഉപയോഗിക്കുന്നുണ്ട്, ഓരോ ബാർ ഡയമീറ്റർ അറിയാം. ഓക്കെ, ഇത്രയും അറിയാമെങ്കിൽ ഹൗ ഡു യു ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ്? നേരിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ ഇക്വേഷനിൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കണ്ടുപിടിക്കുക. ഇനി അത് മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യും, എന്തും കൂടെ വേണം, നമ്മൾ ബാലൻസ്ഡ് സെക്ഷൻ്റെ ഇക്വേഷനിലും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് XU മാക്സും കൂടെ കണ്ടുപിടിക്കുക. കാരണം എന്താണ്, ഈ നമ്മൾ കണ്ടുപിടിച്ച XU, if it is less than XU max, only then this section is an under reinforced section. Okay, only then this is an under reinforced section. If XU is equal to XU max, then it is a balanced section. Under reinforced സെക്ഷനോ അല്ലെങ്കിൽ ബാലൻസ്ഡ് സെക്ഷനോ ആണെങ്കിൽ നമുക്ക് വലിയ ടെൻഷൻ ആവശ്യമില്ല, നമുക്ക് കണ്ടുപിടിച്ച ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കറക്റ്റ് തന്നെയാണ്. സോ if it is required to find the depth of neutral axis, first you have to substitute in this equation XU is equal to 0.87 FI AST divided by 0.36 FCKB. ഇതിൽ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഉടനെ തന്നെ XU മാക്സും കൂടെ കണ്ടുപിടിച്ച് വയ്ക്കുക, എന്നിട്ട് കമ്പയർ ചെയ്യുക. ഇഫ് XU ഈസ് ലെസ് ദാൻ XU മാക്സ് ആണോ അതോ XU ഈക്വൽ ടു XU മാക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. If XU less than XU max ആണെങ്കിൽ under reinforced section, XU equal to XU max ആണെങ്കിൽ it is a balanced section. ഈ രണ്ട് കേസ് ആണെങ്കിലും ഓക്കെ, വേറൊന്നും ചെയ്യാനില്ല. പക്ഷേ if we get XU is greater than XU max, അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച XUവിൻ്റെ വാല്യൂ തെറ്റാണ്, ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, if XU is greater than XU max, then such a section is a over reinforced section. Over reinforced sectionൽ എന്താണ് പ്രത്യേകത, നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്റ്റീൽ ഒരിക്കലും ഈൽഡ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 0.87 FI AST എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, പകരം FST AST വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഫൈനലി XUവിൻ്റെ എക്സ്പ്രഷനും ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനെ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ വേണം ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ്റെ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കാൻ. സോ ഏതൊരു ക്വസ്റ്റ്യൻ അനാലിസിസിന് കിട്ടിയാലും ആദ്യം ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കുക, അതിനുശേഷം ബാലൻസ്ഡ് സെക്ഷൻ്റെ ഡെപ്ത് കണ്ടുപിടിക്കുക, XU മാക്സ് കണ്ടുപിടിക്കുക, ദെൻ കമ്പയർ XU ആൻഡ് XU മാക്സ് ആൻഡ് ഡിറ്റർമിൻ വാട്ട് ദ സെക്ഷൻ ഈസ്. അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനോ ബാലൻസ്ഡ് സെക്ഷനോ ആണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. But if we get XU is greater than XU max, then it is over reinforced section. Do further, you have to determine the depth of neutral axis for a over reinforced section. So നമുക്ക് problem solve ചെയ്ത് നോക്കാം. First question, find the moment of resistance of a singly reinforced beam 200 mm wide and 400 mm effective depth, reinforced with 3 bars of 16 mm dia of FE 415 grade steel. Use M20 concrete. So ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം ആ ബീം സെക്ഷൻ വരയ്ക്കുക എന്നാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. സോ ആദ്യമായി ബീം സെക്ഷൻ വരയ്ക്കുക. ഇതൊരു സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ആണെന്ന് പറയുന്നുണ്ട്. സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് ദ സ്റ്റീൽ ഈസ് പ്രൊവൈഡഡ് ഓൺലി ഓൺ ദ ടെൻഷൻ സൈഡ്. ഓക്കെ, ഓൺ ദ ടെൻഷൻ സൈഡ്. അപ്പോൾ ഈ ബീമിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട് 200 mm വിഡ്ത്ത്. സോ ഇതിൻ്റെ വിഡ്ത്ത് 200 mm. ഇതിൻ്റെ ഡെപ്ത് എത്രയാണ്? ഇഫക്റ്റീവ് ഡെപ്ത് തന്നിട്ടുണ്ട് 400 mm. ഇഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം കംപ്രഷൻ ഫൈബർ തൊട്ട് സെൻറ്റർ ഓഫ് ദ റീഇൻഫോഴ്സ്മെൻറ്റ് ലെയർ, ഇത്രയാണ് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് 400 mm.
ഇനി എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ട്? 3 bars ഓഫ് 16 millimeter ഡയമീറ്റർ ഓഫ് Fe415 ഗ്രേഡ്. അപ്പം 3 bars ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എങ്ങനെയുള്ള ബാർസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? 16 millimeter ഡയമീറ്റർ. 3 bars എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് 3 numbers, 3 hash എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ റെപ്രസെൻ്റ് ചെയ്യുന്നത്. 3 എണ്ണം എന്ന് കാണിക്കാനാണ്, എണ്ണം കാണിക്കാനാണ് ഈ ഹാഷ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 3 bars ഓഫ് 16 mm 16 ഡയമീറ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്മളൊരു സർക്കിൾ പിന്നെ ഒരു സ്ലാഷ്. ഇപ്പോൾ 3 bars ഓഫ് 16 ഇങ്ങനെ വേണം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ 3 ബാറുണ്ട്. 16 millimeter ഡയമീറ്ററാണ് ഓരോ ബാറിൻ്റെയും ഡയമീറ്റർ. ഓരോ ബാറിൻ്റെയും ഡയമീറ്റർ 16 millimeter ഡയമീറ്റർ. ഓക്കെ, സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. ഈ ബീമിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പരമാവധി മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബീം ക്രോസ് സെക്ഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്ന സ്ഥിതിക്ക് ഇത് എന്ത് ക്വസ്റ്റ്യനാണ്? ഡിസൈൻ ക്വസ്റ്റ്യൻ ആണോ അനാലിസിസ് ക്വസ്റ്റ്യൻ ആണോ? ഇത് അനാലിസിസ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ബീം ക്രോസ് സെക്ഷൻ പൂർണ്ണമായും തന്നിട്ടുണ്ട്, ഇതിനകത്തുള്ള എല്ലാ ബാറിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് എൻ അനാലിസിസ് ക്വസ്റ്റ്യൻ. വി ഹാവ് ടു ഫൈൻഡ് ദ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദിസ് ബീം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എങ്ങനെ തുടങ്ങണം? ആദ്യം ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കുക എന്നതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. Okay, so find the depth of neutral axis. So to find XU ആണ് ആദ്യം ചെയ്യേണ്ടത്. എന്താണ് നമ്മുടെ ഇക്വേഷൻ? XU is equal to ബാലൻസ്ഡ് സെക്ഷൻ അല്ലെങ്കിൽ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണ്. XUവിൻ്റെ വാല്യൂ എത്രയാണ്? XUവിൻ്റെ ഇക്വേഷൻ എന്താണ്? 0.87 FY AST ഡിവൈഡഡ് ബൈ 0.36 FCK B. ഓക്കെ, ഇതിനകത്തുള്ള ഓരോ ടേംസും എന്താണെന്നുള്ളത് ഇനി നമുക്ക് അറിയാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. FY ഈൽഡ് സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ എത്രയാണ്? ഏത് ഗ്രേഡ് സ്റ്റീൽ? Fe415 ഗ്രേഡ് സ്റ്റീലാണ്. അപ്പോൾ അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് എത്രയാണ്? 415 Nm/mm². ഇനി അതുപോലെ FCK ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? M20 ഗ്രേഡ് കോൺക്രീറ്റ് ആണ്. സോ FCK is equal to 20 Nm/mm². ഇനി എന്താണ് ബി തന്നിട്ടുണ്ടോ? യെസ്, ബിയും തന്നിട്ടുണ്ട്. വിഡ്ത്ത് ഓഫ് ബീം ഇറ്റ് ഈസ് 200 mm. ഓക്കെ, എല്ലാം യൂണിറ്റ് ഉൾപ്പെടെ റെപ്രസെൻ്റ് ചെയ്യുക. കാരണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് കറക്റ്റായാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൻസറും കറക്റ്റ് യൂണിറ്റിൽ കിട്ടുള്ളൂ. ഓക്കെ, ഇനി വാട്ട് ഈസ് AST? ദ ഏരിയ ഓഫ് സ്റ്റീൽ അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ ഓൺ ദ ടെൻഷൻ സൈഡ്, അതിനെയാണ് AST എന്ന് പറയുന്നത്. AST ഈസ് ദ ഏരിയ ഓഫ് സ്റ്റീൽ ഓൺ ദ ടെൻഷൻ സൈഡ്. ടെൻഷൻ സൈഡിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന 3 കമ്പികളാണ് കൊടുത്തിരിക്കുന്നത്. 3 ബാർസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ ബാറിനും 16 mm ഡയമീറ്ററാണ് ഉള്ളത്. അപ്പോൾ ഒരു ബാറിന് 16 mm ഡയമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഏരിയ എത്രയാണ്? ഒരു ബാറിന് 16 mm ആണെങ്കിൽ ഇഫ് D ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ റീഇൻഫോഴ്സ്മെൻറ്റ് ദെൻ ഇറ്റ്സ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? π/4 d². അപ്പോൾ 16 mm ഡയമീറ്റർ ഉള്ള ബാറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ 5/4 16² ആണ് അതിൻ്റെ ഒരു ബാറിൻ്റെ ഏരിയ. ഒരു ബാറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ 5/4 × 16². അങ്ങനെ എത്ര ബാർസ് കൊടുത്തിട്ടുണ്ട്? 3 ബാർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടൽ ഏരിയ ഈസ് 3 times 5/4 × 16². ഓക്കെ, സോ മനസ്സിലായല്ലോ. ഇനി ഈ വാല്യൂസ് എല്ലാം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ XU is equal to 0.87 × 415 × 3π/4 × 16² divided by 0.36 FCK into B എന്ന് പറയുന്നത് 200 mm. ഇതെല്ലാം നമുക്ക് കിട്ടി. സോ ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാൻ നമുക്ക് കിട്ടുന്നത് 151.24 mm എന്ന് കിട്ടും. ഓക്കെ, സോ 151.24 mm is the depth of neutral axis for this section. സോ ഇത് ഫൈനലൈസ് ആയില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുപോലെ XU മാത്രം കണ്ടുപിടിച്ചാൽ മതിയോ? XU മാത്രം കണ്ടുപിടിച്ചാൽ പോരാ. കൃത്യമായ ഡെപ്ത് അറിയണമെങ്കിൽ ആദ്യം അത് ഏത് സെക്ഷനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഏത് സെക്ഷനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ XU മാത്രം മതിയോ? പോരാ, XU max കൂടെ കണ്ടുപിടിക്കണം. സോ XU max കൂടെ കണ്ടുപിടിക്കണം. XU max എങ്ങനെ കിട്ടും? XU max ഈസ് ഈക്വൽ ടു Fe415 ഗ്രേഡ് സ്റ്റീലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. Fe415 ഗ്രേഡ് സ്റ്റീലിന് XU max എന്ന് പറഞ്ഞാൽ
0.48 ടൈംസ് ഡി. ഇതാണ് ഹയസ്റ്റ് കോഡിൽ നിന്ന് കിട്ടുന്ന വാല്യൂ, 0.48 ടൈംസ് ഡി. സോ XU max is equal to 0.48 D for FE 415 grade steel. FE 500 ആയിരുന്നെങ്കിൽ വേറെ വാല്യൂ ആയിരുന്നേനെ. ഓക്കെ, സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.48 ടൈംസ് ഇഫക്റ്റീവ് ഡെപ്ത് എത്രയാണ്? 400 millimeter. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 192 millimeter. ഓക്കെ, സോ സിൻസ് XU is less than XU max, XU maxനേക്കാളും കുറവാണ്. Since XU is less than XU max, എന്താണ്? This is a under reinforced beam. ഓക്കെ, സോ ഈ സെക്ഷൻ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തു. ദിസ് ഈസ് ആൻ അണ്ടർ റീഇൻഫോഴ്സ്ഡ് ബീം. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച XU കറക്റ്റാണ്. ദിസ് ഈസ് കറക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദിസ് സെക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. വാട്ട് ഈസ് MU? മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് MU. അത് നമ്മൾ പഠിച്ചതാണ് ഈ ഇക്വേഷൻ. എത്രയാണ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്? MU ഇസ് ഗിവൺ ബൈ ഒന്നെങ്കിൽ കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലിവർ ആം, അല്ലെങ്കിൽ ടെൻസൈൽ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം. നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലിവർ ആമാണ് ഞാനിവിടെ എടുക്കുന്നത്. C ഇൻറ്റു ലിവർ ആം, Z. C എത്രയാണ്? കംപ്രസീവ് ഫോഴ്സ് നമുക്ക് പഠിച്ചിട്ടുണ്ട്, 0.36 FCK BXU. എന്താണ് Z? ലിവർ ആം D മൈനസ് 0.42 XU. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.36 ഇൻറ്റു FCK എത്രയാണ്? 20 ഇൻറ്റു B എത്രയാണ്? 200 ഇൻറ്റു XU എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച? 151. ഓക്കെ, അതിവിടെ ഉപയോഗിക്കുന്നുണ്ടോ? കറക്റ്റ്. ഇൻറ്റു D മൈനസ് D എത്രയാണ്? D എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് ഡെപ്ത്, ദാറ്റ് ഈസ് 400 മൈനസ് 0.42 ഇൻറ്റു XU. 0.42 ഇൻറ്റു 151 പോയിൻറ്റ്, അത് കണ്ടുപിടിക്കണം. 0.42 ഇൻറ്റു 151.24. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 73.28 ഇൻറ്റു 10⁻6 എന്നുള്ളൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഇത് എന്താണ് ഇതിൻ്റെ യൂണിറ്റ്? മൊമെൻറ്റിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ന്യൂട്ടൺ മില്ലിമീറ്ററിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മളിവിടെ എടുത്ത എല്ലാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത എല്ലാ ടേംസിൻ്റെ യൂണിറ്റുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച്. ഇവിടെ 415 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ഇവിടെ എല്ലാം ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ, ഇവിടെ മില്ലിമീറ്റർ. AST ഏരിയ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതും 16 millimeter ഡയമീറ്ററാണ്. സോ ഇറ്റ് ഈസ് മില്ലിമീറ്റർ സ്ക്വയറിലാണ് ഏരിയയും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ന്യൂട്ടണും മില്ലിമീറ്ററും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ യൂണിറ്റ് എന്താണ്? 73.28 ഇൻറ്റു 10⁻6 ന്യൂട്ടൺ മില്ലിമീറ്റർ. ഓക്കെ, 73.28 ഇൻറ്റു 10⁻6 ന്യൂട്ടൺ മില്ലിമീറ്റർ. ഇതിനെ കിലോ ന്യൂട്ടൺ മീറ്ററിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം. കിലോ ന്യൂട്ടൺ മീറ്ററിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ വാല്യൂവിനെ ഡിവൈഡഡ് ബൈ 10⁻6 ചെയ്യുക. അപ്പോൾ ഈ 10⁻6 നഷ്ടപ്പെടും. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? 73.28 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യും. ഒന്നെങ്കിൽ ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യാം, ഇതിലും റെപ്രസെൻറ്റ്. ഇതാണ് കുറച്ചും കൂടെ ഫിനിഷ്ഡ് ഫോം. ഓക്കെ, മനസ്സിലായല്ലോ?